12 മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ? പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. നിങ്ങൾ അങ്ങനെ ഉണ്ടായാലും എനിക്കറിയാം. അഖിൽമാരാണേ. അല്ല, നീ എന്താ ചോദിച്ചു? ആദ്യം ചോദിച്ചു. അല്ല, 12 മുമ്പേ ഉണ്ടായ ആൽബിയല്ലേ? പക്ഷെ ഇന്ന് ഞാനങ്ങനെ പറയത്തില്ല. നാട്ടുകാരങ്ങനെ പറയുമായിരിക്കും. പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല കേട്ടോ. നീ ഭാര്യ അമ്മയെ വിറ്റ് ജീവിക്കുന്ന നാട്ടുകാർ പറയും. പക്ഷെ ഞാനങ്ങനെ പറയത്തില്ല. എനിക്ക് അതിനെ പറ്റി നല്ല അഭിപ്രായമോ? എനിക്ക് ഇതിനെ പറ്റി നല്ല അഭിപ്രായമോ? നീ അംഗം പോലത്തെ മനുഷ്യനാ. പിന്നെ അപ്പം ഇത് അഖിൽമാരാറ് ഈ ആൽബി എന്ന് പറയുന്ന അപ്സര സീസൺ 6 അവരുടെ രണ്ടാമത്തെ ഹസ്ബൻഡ് അവൻ ചോദിച്ചു മേടിച്ചതാണ്. അവന് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ മതിയായിരുന്നു ഇന്റർവ്യൂല്. അതില് ഈ അഖിലിലെ കുട്ടികളിനെയൊക്കെ ഒന്നും വലിച്ചഴിക്കേണ്ട കാര്യമില്ല. അഖിൽ എങ്ങനെ സംസാരിച്ചോ അതുപോലെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കായിരുന്നു മറുപടിയായിട്ട്. പക്ഷെ അവിടെ കുടുംബക്കാരെയും കുട്ടികളെയും ഒക്കെ വലിച്ചഴിക്കാനായിട്ട് ഈ നാറിയോട്, ഈ ആൽബി എന്ന് പറയുന്ന ചെറ്റനാറിയോട് എനിക്ക് പറയാനുള്ളത്, എടാ നിനക്ക് കുട്ടികളില്ലാത്ത കഴപ്പുണ്ടെങ്കിൽ അത് നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയോട് തീർക്കടാ, അല്ലാതെ വല്ലവരിന്റെ വീട്ടിലുള്ള ആൾക്കാരിന്റെ അടുത്ത് അല്ല തീർക്കേണ്ടത്. അതെനിക്ക് ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നീ വലിയ പുണ്യാളനാണോ? നിന്റെ കല്യാണം ആദ്യത്തെയാണെന്ന് നീ ഇങ്ങനെ വലിയ കാര്യത്തിൽ പറയുന്നത്. നിന്റെ ഭാര്യയുടെ കല്യാണം എന്ന് പറയുന്നത് നീ കെട്ടിക്കൊണ്ടുവന്നവള് എത്രാമത്തെ കല്യാണമാണ്? അത് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബജീവിതമായിരുന്നു. അതിന്ന് ട്വിസ്റ്റ് ഉണ്ടാക്കി അവിടെ നിന്ന് വലിച്ചഴിച്ച് കൊണ്ടുവന്നിട്ടല്ലടാ നീ കിട്ടിയത്. അപ്പൊ നീ വലിയ വർത്താനമൊന്നും പറയണ്ട. നീ പുണ്യാളം കളി കളിക്കൊന്നും വേണ്ട. നിനക്ക് നല്ല പേടിയുണ്ട്. എന്താണെന്നറിയോ? ഈ ഒരു അപ്സര എന്ന് പറഞ്ഞ നിന്റെ ഭാര്യ എന്ന് പറയുന്നത് ആ ആള് വിന്നർ സ്ഥാനം ആയാലോ അല്ലെങ്കിൽ സെക്കൻഡോ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നിനക്ക് പെടപടപ്പാണ്. എന്താണെന്നറിയോ? നീ കെട്ടിക്കൊണ്ടുവന്നത് തന്നെ വേറെ ഒരു കുടുംബജീവിതത്തിൽ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു പയ്യന്റെ അവിടെ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുവന്നാണ് ഈ പെണ്ണിനെ. എന്നിട്ട് നീ കല്യാണം കഴിച്ചു. അപ്പൊ നിന്നെയും കളഞ്ഞിട്ട് ഇനിയും നല്ല പൊസിഷനിലുള്ള ആൾക്കാരിനെ തേടി പോവോ എന്ന് നിനക്ക് നല്ല പേടിയുണ്ട്. ആ പേടി കൊണ്ടാണ് നീ വീട്ടുകാരൊക്കെ പോയി കഴിഞ്ഞപ്പോ ഫ്രഞ്ച് കിസ് കൊടുക്കണേ. എത്രയോ പേര് ഭാര്യ ഭർത്താക്കന്മാരൊക്കെ അതിനകത്ത് വന്നു പോയി കഴിഞ്ഞ്, അച്ഛൻ അമ്മ എല്ലാവരും വന്നു പോയി. അവരൊന്നും ചെയ്യാത്ത പ്രവൃത്തി ഈ സീസൺ 5 ഉണ്ടായിരുന്നു. ഭാര്യമാര് വരുന്നത് അവർക്കൊക്കെ ഈ ഫ്രഞ്ച് കിസ് കൊടുക്കില്ല. അപ്പൊ നിനക്ക് പേടി എന്നാൽ നിന്റെ ഭാര്യ വിട്ടുപോകരുത് എന്നുള്ളത്. അതെല്ലാം പോട്ടെ, നീ വന്ന് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഔട്ടാകാത്ത ആ പെങ്കുച്ചിനെ എല്ലാവർക്കും നന്ദി, വോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി എന്ന് പറയുമ്പോ എല്ലാവരും ഓട്ടോ സ്റ്റോപ്പ് ചെയ്യും. എന്താന്ന് വെച്ചാൽ തോറ്റല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഞാനും അതെന്ന് ചിന്തിച്ച് തോറ്റുപോയോ എന്ന് ചിന്തിച്ച്. അപ്പം നിന്റെ വിചാരം എങ്ങനെയെങ്കിലും നിന്റെ വൈഫിനെ തോപ്പിക്കണം, എന്നിട്ട് അവിടെ ഇങ്ങനെ പൂട്ടി വെക്കണം എന്നുള്ളത്. ആ പെങ്കൊച്ചി തിരിച്ചു വന്നു കഴിഞ്ഞ ആ നിമിഷം നിന്നെ തിരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ വിഷം പോലത്തെ നിന്റെ മനസ്സുണ്ടല്ലോ, അത് തിരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം എഴുതി കുറിച്ചിട്ടോ നീ നിന്നെയും കളഞ്ഞു പോകുന്നുള്ളത് 100%.